എന്തായാലും ഇവിടെ വീട് പണിതപ്പോൾ നമ്മൾ അങ്ങനെ ഒരു കിണർ ഫിറ്റ് ചെയ്തില്ല. കാരണം വീടിന് ചുറ്റും തെങ്ങ ഒരു 13-12 തെങ്ങുണ്ട്. അതുകൊണ്ട് കിണറിനോട് പോയി കഴിഞ്ഞാൽ തെങ്ങ് മുറിക്കേണ്ടി വരും. അതുപോലെ ഇവിടുത്തെ സിസ്റ്റം എന്ന് വെച്ചാൽ അച്ഛൻ അമ്മ അവരല്ല, അവരുടെ ഏട്ടന്മാരുണ്ടെങ്കിൽ അവരാണ് കുടുംബം ഭരിക്കുന്നത്. അവരുടെ തീരുമാനങ്ങൾ എടുക്കണം. അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ തീരുമാനം. നമ്മളെ നാട്ടിലുള്ള സിസ്റ്റം അങ്ങനെയാണ്. അതായത് കണ്ണൂർകാരുടെ സിസ്റ്റം. കോഴിക്കോടൊന്നും അങ്ങനെയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കാരണവരാണ് സമ്മതിക്കാത്തത്. പക്ഷേ എനിക്കിഷ്ടമായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിനകത്തു നിന്ന് തന്നെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി എടുക്കാം. പലരും അങ്ങനെ ചെയ്യില്ല, കുടിക്കാനൊക്കെ എടുക്കുന്നത് നമ്മളങ്ങനെ. പക്ഷേ ഇവിടെ കൊള്ളില്ല കേട്ടോ, കിണറിൽ വെള്ളം കൊള്ളില്ല. ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ഈ ഏരിയ മൊത്തം പണ്ട് കാലത്ത് വയലൊക്കെ ആയിരുന്നെന്നാണ് പറയുന്നത്. പണ്ടേതോ കാലത്ത് വയൽ പ്രദേശങ്ങൾ പോലെയാണ്. കുഴിഞ്ഞു പോവും. മഴയൊക്കെ സമയത്ത് നിന്ന നിപ്പിലൊക്കെ കാണു പോവും. എലിയൊക്കെ കരണ്ടിട്ട് അങ്ങനെ പോവും. പിന്നെന്താ ഇവിടുത്തെ കണ്ണൂരിൻ്റെ പ്രത്യേകത? എപ്പോഴും ഇവർക്കൊക്കെ ഇങ്ങനെ ചുറ്റിനും പറമ്പ് വേണം. എനിക്കത് ഇഷ്ടമില്ല കേട്ടോ. പറമ്പ് ഇഷ്ടമില്ല എന്നല്ല, മുറ്റം അടിക്കാനൊക്കെ എനിക്ക് അങ്ങ് ഭയങ്കര മടിയാണ്. അതുകൊണ്ടാണ് മടിയുള്ള കൂട്ടത്തില്ല. പണ്ടങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരിട വെച്ചിട്ട് പിന്നെ അങ്ങ് മടി വന്നു. അതൊക്കെ ഒരു കാലത്ത് ഞാൻ പറയാം എപ്പോഴാണ് എനിക്ക് മടി വന്നത്. അതൊക്കെ അതാ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയും, മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും മറിയാം. നിന്ന നിപ്പിൽ ദൈവം ഒന്ന് കണ്ണടച്ചാൽ മതി മനുഷ്യനൊന്ന് മറിയാനായിട്ട്. നമ്മൾ അഹങ്കരിക്കും, നമുക്കൊന്നും വരില്ല, നമ്മൾ എന്നും ഇങ്ങനെ തന്നെ ഇരിക്കും, അടിപൊളിയായിട്ടിരിക്കും, നമുക്ക് ഇനി അസുഖങ്ങളേ വരില്ല, പിന്നെ നമ്മുടെ ചിന്തകളും ശേഷികളും എല്ലാം ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ ചിന്തിക്കും. അതാരും ചിന്തിക്കണ്ട. ദൈവം ഒന്ന് കണ്ണടച്ചാൽ എല്ലാം മറിയും. ഒരു സെക്കൻഡ് മതി. ദൈവം ഒന്ന് കണ്ണടച്ചത് കൊണ്ടാവണം. അമ്മയൊക്കെ പറയുന്നത് അത് പിശാചാണ് എന്ന് പറയും കേട്ടോ. ക്രിസ്ത്യാനികൾ അങ്ങനെ പറയും, നമുക്ക് എന്ത് സംഭവിച്ചാലും പിശാചിൻ്റെ തലയെ കൊണ്ടായിട്ടില്ല. ആരാ പിശാചെന്ന് എനിക്കറിയില്ല. അപ്പം ചോദിക്കാൻ ദൈവം ആരാന്നറിയുമെന്ന് അതറിയില്ല. പക്ഷേങ്കിൽ ചെറുതിലെ മുതലേ നമ്മൾ കേട്ടേക്കണ ദൈവത്തെക്കുറിച്ചാണല്ലേ. ഞാൻ അമ്മേനോട് തർക്കിക്കും, അമ്മ എനിക്ക് ദൈവത്തിനെ അറിയാവൂ, പിശാചിനെ എനിക്കറിയില്ല എന്ന് പറയും. ഞാനെപ്പോഴും ദൈവത്തിൻ്റെ കൂടെയാണ്. ഞാൻ ഭയങ്കര മടിച്ചിപ്പാറുമായിരുന്നു കേട്ടോ. അങ്ങനെ മടിച്ചല്ല, പഠിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് പഠിത്തം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ ദൈവം ഒന്ന് കണ്ണടച്ചപ്പോൾ എനിക്ക് പഠിക്കാനുള്ള എല്ലാ ടെൻഡൻസിയും വന്നു. ഈ ലോകത്ത് ഓടിയാണെന്ന് പഠിത്തമാണ്, മനസ്സിലായോ? അതുവരെയും എനിക്ക് പഠിത്തത്തെക്കുറിച്ച് പറയുമ്പം ദേഷ്യം. +2 കഴിഞ്ഞപാട് ഞാനങ്ങ് പഠിത്തം നിർത്തി. പിന്നെ ബിസിനസ്സിലേക്കൊക്കെ തിരിഞ്ഞു. അപ്പോഴും അമ്മ പഠിക്കും മോനെ എന്ന് പറയുമ്പോഴേ ഞാനങ്ങ് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറും. അമ്മേനൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാനങ്ങ് ആ ടോപ്പിക്ക് അങ്ങ് അവസാനിക്കും, ഒഴിഞ്ഞു മാറും. അങ്ങനെയായിരുന്നു. പക്ഷേങ്കിൽ ദൈവം വന്ന് കണ്ണടച്ചപ്പോൾ ഞാൻ ചാടി നടന്ന് പഠിക്കാനിറങ്ങി. 1 അല്ല 2 അല്ല 3 അല്ല, അങ്ങനെ ഓരോ കോഴ്സുകളും. ജൂണിൽ ഞാൻ സൈക്കോളജി സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ മെൻ്റലിസം ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് കോഴ്സ് ഫീ കൊടുക്കാനായിട്ട് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ദൈവം കണ്ണടച്ച കാര്യം ഞാൻ പറഞ്ഞു. ദൈവം ഒന്ന് കണ്ണടച്ചു. ദൈവം എൻ്റെ അടുത്ത് കണ്ണടച്ച കാര്യം ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ ഇപ്പം ചെയ്യണ്ട, വയ്യ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. ധൈര്യത്തിന് എനിക്ക് കുറവില്ല. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും വയ്യ ചെയ്യാം, ഇനി കുറച്ച് നാളത്തെ കാര്യം കൂടെയുള്ളൂ, അപ്പം ഞാൻ എന്തായാലും ചെയ്യും എന്ന് പറഞ്ഞു. സൈക്കോളജി പഠിക്കാൻ കാരണം ഞാൻ പലരെയും അഡ്വൈസ് ചെയ്യാറുണ്ട്. പലരെയും ഒന്നിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേരെ, ആരാന്നൊന്നും പറയുന്നൊന്നുമില്ല, ഒരുപാട് പേരെ ഒന്നിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നോക്കിയും കണ്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്ന, ഭയങ്കരമായിട്ട് ഒച്ച വെച്ചാൽ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ പ്രതികരിക്കുമെന്ന്. അപ്പോൾ
എന്നെക്കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഞാനായിട്ട് ആരെയും വിഷമിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ഒരു വിഷമം തോന്നിയെന്ന് അറിഞ്ഞാൽ തന്നെ ഞാൻ അവരോട് സോറി പറയും. സോറി പറഞ്ഞ് അവരെ ഹഗ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല കേട്ടോ. എന്നെക്കൊണ്ട് ഞാൻ ആരെയും വിഷമിപ്പിച്ചിട്ടില്ല. അങ്ങനെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനെ ആയിരിക്കണം. നമുക്കതല്ലേ വിഷമിപ്പിക്കാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ സോറി പറയും. അമ്മയ്ക്കറിയാം ഞാനൊന്ന് സോറി പറയും. എൻ്റേതല്ലാത്ത കാരണത്താൽ പിണങ്ങിയാൽ കൂടി ഞാൻ സോറി പറഞ്ഞ ആൾക്കാരുണ്ട്. പിന്നെ സോറി എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അതാ പറഞ്ഞു, ശത്രുതയാണെങ്കിൽ എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു ബാഡ് ക്വാളിറ്റി അതായിരിക്കണം. ശത്രുത എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹർട്ട് ചെയ്ത് എന്നെ അത്രയ്ക്ക് വിഷമിപ്പിച്ചാലും ഞാൻ പിന്നെ മിണ്ടില്ല എന്നല്ല, എൻ്റെ വിഷമം തീരുന്നത് വരെ മിണ്ടില്ല. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അത് ഞാൻ മിണ്ടാതിരുന്നവർക്കറിയാം. പിന്നെ വീണ്ടും വീണ്ടും ചൊറിയാനിരുന്നാൽ ജന്മത്തിൽ മിണ്ടൂല, മനസ്സിലായ? ചിലരങ്ങനെയാണ്, വീണ്ടും വീണ്ടും ചൊറിയും. അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. പിന്നെന്താ ഞാൻ പറഞ്ഞത്, ദൈവം ഒന്ന് കണ്ണടച്ചാൽ എനിക്ക് വന്നത് പോസിറ്റീവായിട്ടാണ് എനിക്ക് വന്നത്. എനിക്ക് ഓടി നടന്ന് പഠിക്കാൻ പറ്റി, എനിക്ക് ഉയരങ്ങളിലെത്താൻ പറ്റി. ഒരേ നിമിഷം തന്നെ ഞാൻ 3 കോഴ്സ് എടുത്ത് പഠിച്ചതാണ്. പിന്നെ ഇപ്പോൾ വേറെ കോഴ്സിന് ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. അങ്ങനെ പഠിക്കാനുള്ള ടെൻഡൻസി പഠിക്കുന്നു. പലർക്കും അങ്ങനെ ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിലിരിക്കുമ്പോൾ ആരെയും ദ്രോഹിക്കാണ്ടിരിക്കുക, ആരെയും വിഷമിപ്പിക്കാണ്ടിരിക്കുക, ആരെയും വേദനിപ്പിക്കാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് നിങ്ങളെ ചൊറിയാൻ വന്നാൽ നിങ്ങൾ ചൊറിയാതിരിക്കേണ്ട എന്നല്ല. ദൈവം ബൈബിളിൽ പറഞ്ഞേക്കുന്ന ഇടതുകരം അടിച്ചാൽ വലതുകരം കാണിക്കണമെന്ന്. നോ ജീസസ്, പറ്റില്ല. ഒരടി അടിച്ചാൽ തിരിച്ച് ഒന്നെങ്കിലും കൊടുക്കണ്ടേ? ജീസസിന് അതൊക്കെ പറയും. നമുക്ക് വേദനിച്ചാൽ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമ്മൾ തിരിച്ച് കൊടുത്തിരിക്കും, അല്ലേ? എനിക്കിതുവരെ അടി കിട്ടിയിട്ടില്ല, പക്ഷേ എന്നെ മാന്താൻ വന്നിട്ടുണ്ട്. ഞാൻ നല്ലോണം ചൊറിഞ്ഞു വിട്ടിട്ടുണ്ട്. എൻ്റെ ചൊറിച്ചിൽ പിന്നെ ഒന്നൊന്നര ചൊറിച്ചിലായിരിക്കും. അത് മാന്തിപ്പോയവർക്ക് അറിയലുണ്ടാവുള്ളൂ. എൻ്റെ അമ്മ ഇവർക്ക് ഇങ്ങനെയൊക്കെ ചൊറിയാൻ അറിയുമെന്ന്. എന്നെ വേദനിപ്പിച്ചാൽ ഞാൻ വല്ലാണ്ടങ്ങ് പറയും, മനസ്സിലായോ? വല്ലാണ്ട് പറയും. പിന്നെ ജീവിതത്തിൽ അവരൊരാളെ പറയരുത്, ആ രീതിയിൽ ഞാനങ്ങ് ഭയങ്കരമായിട്ട് പറയും. കേട്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനിക്കൊന്നും വിരലിലുണ്ടാവുന്നവരെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരും എന്നെ അങ്ങനെ ഒന്നും വേദനിപ്പിക്കാറില്ല. എല്ലാവർക്കും എൻ്റെ സ്വഭാവം അഡ്ജസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ആരും പറയാറില്ല. ഞാൻ ആരുടെയും കാര്യത്തിൽ അങ്ങനെ ഇടപെടാറുമില്ല. ആരുടെയും ഒരു കാര്യത്തിൽ അവരെന്തോ ചെയ്തോട്ടെ എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് ഞാൻ. പിന്നെ പരദൂഷണം പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ പറയും, നമ്മൾ ചായ കേട്ടോ, ചായ ഏത് സമയത്ത് കിട്ടിയാലും ഞാൻ കുടിക്കും. ചായ ഭ്രാന്തിയാണ്. അപ്പോൾ ഞാൻ അവരെ പറഞ്ഞിതാക്കും. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല, അത് അവരുടെ സാഹചര്യം കൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഞാൻ മോട്ടിവേഷൻ ചെയ്ത് മാറ്റാറുണ്ട്. അപ്പം നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഈ അപവാദങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുക, അങ്ങനെ പറയണ്ട. അവരറിഞ്ഞ് എന്ത് വിഷമിക്കും. ഇത് ഒരാളെന്ന് ചെവി അടുത്ത ആൾ ചെവി അങ്ങനെ അറിഞ്ഞു പോകും. നമ്മളിപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് വെച്ചോ, അവളുടെ ചെവിയിൽ നിന്ന് പുറത്ത് പോവില്ല എന്നറിയുകയാണെങ്കിൽ പറയാം. അതും നമ്മുടെ ചുറ്റുവട്ടത്ത് നിന്ന് പറയുകയും ചെയ്തത്. നമുക്ക് ദൂരെയുള്ളൊരു ഫ്രണ്ടിനോട്, അവളിനി ലോറി പിടിച്ച് വന്നാൽ പോലും പറയാൻ പറ്റില്ല, ആ അവസ്ഥയിലുള്ള ഫ്രണ്ടിനോടേ പറയാവൂ. നമ്മുടെ വീട്ടിനോട് ചേർന്ന് നടക്കുന്ന ഫ്രണ്ടിനോട് ഒരിക്കലും ഒരാളെക്കുറിച്ച് പറയരുത്. നമ്മൾ പറയില്ല എന്നല്ല പറയും, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയും, പക്ഷെ പറയരുത്. അവൾ എന്തായാലും നമ്മുടെ സ്വഭാവമായിരിക്കില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വഭാവമാണ്, ഒരിക്കലുമല്ല. നമ്മൾ കൊണ്ടു നടക്കുന്ന ഫ്രണ്ട്സ് നമ്മുടെ സ്വഭാവമായിരിക്കില്ല. എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ടുള്ളത്, എൻ്റെ കൂട്ട് ഫ്രണ്ടായിട്ടൊരു ചേച്ചിയാണ് ഉള്ളത്. പറയില്ല, എനിക്ക് പരിപൂർണ്ണ ഉറപ്പുണ്ട് പറയില്ല എന്ന്. ചന്ദ്രി എന്നാ പേര്. ആളെ കണ്ടിട്ടിപ്പോൾ 1 കൊല്ലത്തോളായി. തൊട്ടടുത്താണ്, ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററേ വരുള്ളൂ. ഭയങ്കര സ്നേഹമാണ്, എനിക്കും ഭയങ്കര സ്നേഹമാണ്. ആളാരെയും കുറ്റം പറയില്ല.
ആളാരെയും കുറ്റം പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ കേട്ട് നിൽക്കലേ ഉള്ളൂ, ഒരഭിപ്രായം പറയില്ല. എൻ്റെ കൂട്ട് അഭിപ്രായങ്ങളൊക്കെ ആൾക്കും. അങ്ങനെ ഞാൻ കൂട്ടുകൂടാൻ കാരണം. അങ്ങനെയൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാൻ ആളിങ്ങോട്ട് വന്നിട്ട് എന്തിനാ ഇങ്ങനെ ആരാണ്ട് കാര്യങ്ങളൊക്കെ പറയുന്നത്, സ്വന്തം കാര്യം പറഞ്ഞ് ഇതാക്കിയാൽ പോരെന്ന്. അപ്പോഴാണ് ഞാൻ അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കണേ. പിന്നെ ഓരോ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഞാനിങ്ങനെയാണെന്ന് ആൾക്ക് മനസ്സിലായില്ല. അപ്പം നമ്മുടെ സ്വഭാവത്തിൽ ഈക്വലായിട്ട് ഒരാളെ കാണുമ്പോൾ, കാരണം ആ ഏജിലൊക്കെ അവരങ്ങനെ നോക്കുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ചിന്തിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഒരുപാടുണ്ട്. അതിന് എത്ര അടി കിട്ടിയാലും അത് വേണേൽ വാങ്ങിച്ചു വയ്ക്കും കേട്ടോ, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. പക്ഷെ ഞാനങ്ങനെയല്ല കേട്ടോ, എന്നെ ഒരടി അടിച്ച് ഞാൻ തിരിച്ച് 2 അടി ഇങ്ങനെ കൊടുക്കും. എന്നാൽ പിന്നെ എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ചല്ലോ, എല്ലാവരും കേട്ടോക്ക്.